നിതിൻ രാജിന്റെ മരണത്തിലെടുത്ത കേസിൽ അന്വേഷണ ചുമതല IG അജിത ബിഗത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടെന്ന പരാതിയുമായി നിതിൻ രാജിന്റെ കുടുംബം സർക്കാരിനെ സമീപിച്ചു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ ഐസക്, ഈ കുടുംബം എന്ത് വീഴ്ചയാണ് ആരോപിച്ചത്? ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് നിതിൻ രാജിന്റെ പിതാവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾ, സഹോദരിമാരടക്കമുള്ളവർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് അവരുടെ പരാതികൾ ഉന്നയിച്ചത്. അവർ പ്രധാനമായും പറയുന്നത് ഈ കേസിന്റെ അന്വേഷണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ നിലവിലെ അന്വേഷണ സംഘം ശ്രമിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള അധ്യാപിക സംഗീതയ്ക്ക് ജാമ്യം ലഭിച്ചത്. മാത്രമല്ല, ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ട്, ആരോപണ വിധേയരായ അധ്യാപകരുണ്ട്. അവരെ കൂടി ഈ കേസിൽ പ്രതിപ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യണം. ഒരുപക്ഷെ റാമിനെ ഇത്രയും കാൽ കണ്ടെത്താൻ കഴിയാതിരുന്നത് പോലും അന്വേഷണ സംഘത്തിന്റെ വലിയ വീഴ്ചയാണ്. കൂടുതൽ അയാൾക്ക് തെളിവുകൾ നശിപ്പിക്കാനും ഒപ്പം കൂടുതൽ ആളുകളെ സ്വാധീനിക്കാനും മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങാനും ഒക്കെയുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കി കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കുടുംബം ഉന്നയിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ അവർ ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പിന്നാലെ തന്നെ അവരവിടുന്ന് ആഭ്യന്തരമന്ത്രിയെ കണ്ടിറങ്ങി ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുമ്പോഴേക്കുമാണ് ആ കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല IG അജിത ബീഗത്തിന് കൈമാറിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പ് ആഭ്യന്തരമന്ത്രി നൽകിയിരുന്നു. പിന്നാലെ തന്നെ DGPയെ ഫോണിൽ വിളിച്ച് ഈ കേസിന്റെ അന്വേഷണ ചുമതല, മേൽനോട്ട ചുമതല IG അജിത ബീഗത്തിന് നൽകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ അന്വേഷണ സംഘത്തിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തണമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. അക്കാര്യത്തിൽ അജിത ബീഗത്തിന് തീരുമാനമെടുക്കാം. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.